സ്കൂളും തുറന്നു, ഇതേ മഴയും തുടങ്ങിയില്ലേ. രാവിലെ എന്തൊരു തണുപ്പാണ്, എൻ്റെ ദൈവമേ, എണീക്കാൻ തോന്നുന്നതേ ഇല്ല. എന്നെ പോലുള്ള മടിച്ചികൾ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലേ. രാവിലെ ഇതാ നല്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി, പിന്നെ സോയാബീൻ വറുക്കുകയും ചെയ്തിട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ. രണ്ടുപേർക്കും 7:05 7:10 ആ ഒരു ടൈമിലാട്ടോ വണ്ടി വരെ. രണ്ടുപേരും കേന്ദ്ര വിദ്യാലയത്തിലാണെങ്കിലും ഒരാൾ ഒലവക്കോട് കേവിയിലും ഒരാൾ കഞ്ചിക്കോട് കേവിയിലും കേട്ടോ. അപ്പോൾ രണ്ടുപേർക്ക് ഒരു വെവ്വേറെ ബസ്സുകളാണ് വരിക. കുഞ്ഞാറ്റിക്ക് ജീപ്പാണ് വരിക, മണിക്കൂട്ടൻ ഒരു വാനാണ് കേട്ടോ വരിക. അപ്പോൾ അതേ അങ്ങനെ രണ്ടുപേർ റെഡി ആവുന്നുണ്ട്. ഇവനുള്ളത് കൊണ്ട് എനിക്ക് പകുതി ആശ്വാസമാണ് കേട്ടോ. അവളുടെ സോക്സ് ഇടലും ഷൂസ് ഇടലും ഡ്രസ്സ് ഇടലും ഒക്കെ അവൻ ചെയ്ത് കൊടുത്തോളും. അപ്പോൾ അതെനിക്കൊരു വലിയൊരു ആശ്വാസമാണ് കേട്ടോ. രണ്ടുപേർക്കുള്ള ടിഫിൻ ആക്കി കേട്ടോ. കുഞ്ഞാറ്റിക്ക് മൂന്നിട്ടും ഡൽഹിയിൽ നിന്നൊരു ടിഫിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് ചെറുതുപോലെ, ഈ 2-3 ഭാഗങ്ങളുള്ള ഒരു ടിഫിനായിരുന്നേ. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അവൾക്ക് അതിൽ ലഞ്ച് വളരെ കുറച്ചേ കൊള്ളുള്ളൂ. അപ്പോൾ ഞാൻ അതാക്കിയില്ല കേട്ടോ. കഴിക്കുന്നത് അത്യാവശ്യം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ സാധാ അവളുടെ LKG ഉണ്ടായിരുന്ന അതേ ലഞ്ച് ബോക്സ് തന്നെയാണ് കേട്ടോ രണ്ടാൾക്ക്. മണിക്കൂറിന് പിന്നെ 2-3 വർഷമായിട്ട് മേടിച്ചുള്ള ലഞ്ച് ബോക്സ് തന്നെയാണ്. അവൻ അതന്നെയാണ് കൊണ്ടുപോകുക. സ്റ്റീലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കേട് വരില്ലല്ലോ. പിന്നെ അതേ മെയിൻ പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ ഈ മുടികെട്ടലാട്ടോ. അവിടെയാണെങ്കിൽ 2 ഭാഗത്ത് മടക്കി കെട്ടണമെന്ന് നിർബന്ധമാണ്. മുടി വെട്ടാന്ന് ഞാൻ പറഞ്ഞാൽ പപ്പയും മോളും സമ്മതിക്കൂല്ല കേട്ടോ. അപ്പോൾ അതേ മണിക്കുട്ടൻ രാവിലത്തെ എന്തായാലും വെജ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അവൾക്ക് അത് മതിയെന്ന് പറഞ്ഞു കേട്ടോ. മണിക്കുട്ടൻ ദോശയാണ് കഴിച്ചത്. അപ്പോൾ അതേ അത് കഴിച്ച് പ്രാർത്ഥിച്ച് ഇത് 7 മണിക്ക് 10 മിനിറ്റുള്ള മുന്നേ എല്ലാവരും റെഡി ആയിട്ടോ. ഞാൻ ചടപടേന്ന് ഇനി വന്നിട്ട് വേണം ബാക്കിയുള്ള അടുക്കളയൊക്കെ ഇങ്ങനെ എന്താ പറയുക പൂരപ്പറമ്പ് പോലെ കിടക്കണം. അതൊക്കെ ക്ലീൻ ആക്കണമെങ്കിൽ. പിന്നെ മഴ പെയ്താൽ വണ്ടിക്കൊരു അസുഖം ഉണ്ട് കേട്ടോ, സ്റ്റാർട്ടാവില്ലേ. അപ്പോൾ മണിക്കുട്ടൻ അത് സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. പിന്നെ എന്ന് മണിക്കുട്ടൻ സൈക്കിളിലാട്ടോ പോവുക. ഇന്നിപ്പോൾ മഴയപ്പോൾ അമ്മ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ അവൻ അപ്പുറത്ത് റോഡിൽ നിന്നു. അപ്പോഴേക്കും കുഞ്ഞുമണീൻ്റെ വണ്ടി വന്ന് ദേ കുഞ്ഞുമണീനെ കയറ്റി വിട്ടു. ഇനിയിപ്പോൾ മണിക്കുട്ടനെ കയറ്റിയില്ല എന്ന് പറഞ്ഞ് അവന് പരാതി വേണ്ടാന്ന് വെച്ചിട്ട് അവൻ്റെ ബസ് വരുന്നവരെ ഞാനവിടെ നിന്നിട്ടോ. പിന്നെ ദേ അവൻ്റെ വണ്ടിയും വന്നു, അവനെയും കയറ്റി വിട്ടു. അയ്യോ, ഒന്ന് ശ്വാസം എടുക്കട്ടെ ഗൈസ്. ടാറ്റാ ബൈ.